ഒരുപാട് നാളായി നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാൻ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, എപ്പോഴും അല്ല വല്ലപ്പോഴും. പിന്നെ ഇപ്പൊ ഒരു 2-3 കൊല്ലം കണ്ട് മണ്ടായെന്ന് തോന്നുന്നു അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട്. ഓൾറെഡി എന്റെ റിയാക്ഷൻ വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവായിരുന്നു, പിന്നെ നമ്മൾ വെറുതെ ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഇത് ചെയ്യാനുള്ള കാരണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഹോംബാലെ ഫിലിംസിന്റെ ഒരു മെയിൽ വന്ന് കിടക്കുന്നു. കാന്താര ചാപ്റ്റർ 1ന്റെ ഒഫീഷ്യൽ മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ട് നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് അവരുടെ ഈ ഒരു യാത്ര ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. 3 വർഷത്തോളം എടുത്ത ഒരു എപ്പിക് ഫിലിം മേക്കിംഗ് പ്രോസസ് ആണ്. ഹോംബാലെ ഫിലിംസ് പോലെയുള്ള ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനി ഇപ്പം എന്നെയൊക്കെ പോലെയുള്ള ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മെയിലൊക്കെ അയക്കുമ്പോൾ നമ്മൾ അതിനൊരു റെസ്പെക്ട് കൊടുക്കണമല്ലോ. സോ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പം എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക ചെറിയ യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ മൂവി റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഈ മെയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യുകയാണ്. സോ നമുക്ക് ആദ്യം ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഫ്രം ദ സോയിൽ ഓഫ് അവർ ലാൻഡ് ടു ദ സ്ക്രീൻസ് ഓഫ് ദ വേൾഡ് ദാറ്റ് ഹാസ് ഓൾവേസ് ബീൻ ദ ഡ്രീം. 3 years of relentless dedication, 250 days of shooting driven by faith and hard work. The shooting of Kandara Chapter 1 drops today. ഇത് ജൂലൈ 21 വീഡിയോ ആണ് കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. The journey doesn't end here, it's only just a beginning. India's Divine Epic releasing worldwide on October 2nd. ഇതിന്റെ സ്റ്റുഡിയോ ഹോംബാലെ ഫിലിംസ് ആണ്. പ്രൊഡ്യൂസ്ഡ് ബൈ വിജയ് കിരങ്കാത്തൂർ ആണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി ആണ്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അരവിന്ദ് ബി കശ്യപ് ആണ്. കോ റൈറ്റേഴ്സ് അനിരുദ്ധ് മഹേഷ്, ഷാനിൽ ഗൗതം എന്നിവരാണ്. ഇതിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഓഫ് കോഴ്സ് ബി അജ്നീഷ് ലോക്നാഥ് ആണ്. പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാൻ ആണ്. കോസ്റ്റ്യൂം ഡിസൈനർ പ്രഗതി ഷെട്ടി. ആർട്ട് ഡയറക്ടർ ധരണി ഗംഗെ പുത്ര. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആദർശ് ജെ, പ്രമോദ് ഷെട്ടി. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം വീഡിയോ. എന്റെ വലിയൊരു സ്വപ്നം നമ്മുടെ മണ്ണിന്റെ കഥ ഈ ലോകത്തോടെ പറയണമെന്ന്. നമ്മുടെ നാട്, നമ്മുടെ നാട്ടുകാര്, നമ്മുടെ വിശ്വാസങ്ങൾ. ഞാനത് സാക്ഷാത്കരിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ ആയിരങ്ങൾ എന്റെ കൂടെ കൈകൊടുത്തു. 3 വർഷങ്ങളായുള്ള പരിശ്രമം, 250 ചിത്രീകരണത്തിൽ എത്ര കഷ്ടപ്പെട്ടുവെങ്കിലും ഞാൻ വിശ്വസിച്ച ദൈവം എന്നെ കൈവിട്ടില്ല. പുള്ളിയുടെ മ്യൂസിക് അജ്നീഷ് കിടുക അല്ലേ, ഒന്നും പറയാനില്ല. എന്റെ ഒപ്പമുള്ളവരും എന്റെ നിർമ്മാതാക്കളും എന്റെ നട്ടലായി കൂടെ നിന്നു. ഓരോ ദിവസവും സെറ്റിൽ ആയിരക്കണക്കിന് വ്യക്തികളെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരേ ഒരു കാര്യമാണ്. ഇത് കേവലം ഒരു സിനിമയല്ല, ഇതൊരു ശക്തിയാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ Journey begins. കാന്താരയുടെ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. Chapter 1, 2nd October in world. അപ്പോൾ അതാണ് കാന്താര ചാപ്റ്റർ 1ന്റെ മേക്കിംഗ് വീഡിയോ. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഋഷഭ് ഷെട്ടിയുടെ ഡെഡിക്കേഷൻ ആണ്. ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം ഫിസിക്കലി ആൻഡ് മെന്റലി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഒരു ക്യാരക്ടറിന് വേണ്ടി, എന്തിനു വേണ്ടിയാണെങ്കിലും അവനവന്റെ ശരീരമൊക്കെ അതുപോലെ ട്രാൻസ്ഫോം ചെയ്യുന്ന താരങ്ങളോട് അല്ലെങ്കിൽ ആൾക്കാരോട് ഒരു സ്പെഷ്യൽ റെസ്പെക്ട് ഉണ്ട്. കാരണം ഒരു ചില്ലറ കാര്യമല്ല, എല്ലാവർക്കും സാധിക്കുന്നതുമല്ല. ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് ബോഡി സെറ്റ് ആക്കാൻ എന്താ പറയുക, വളരെ ഡിസിപ്ലിൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് തന്നെ ഒരു സ്പെഷ്യൽ അഭിനന്ദനം കൊടുക്കണം അദ്ദേഹത്തിന്. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, കലാസംവിധാനം, അതിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ഇതിൽ. പിന്നെ മ്യൂസിക്കിന്റെ കാര്യം നമുക്കറിയാം, അജ്നീഷ് ലോക്നാഥ് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. സോ ഇതിലും കിടുവായിരിക്കും മ്യൂസിക് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ പേഴ്സണലി കാന്താര
ആദ്യത്തെ സിനിമയുണ്ടല്ലോ, ഞാൻ കണ്ട സമയത്ത് ഞാൻ വളരെ താമസിച്ചാണ് കണ്ടത്. 2 ആഴ്ച വൈകിയാണ് ഞാൻ കണ്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ മാക്സിമം പോസിറ്റീവ് റിവ്യൂസ് വന്നിരുന്നു. ഒരു ഭയങ്കര ഹൈപ്പായിരുന്നു ആ ഒരു ടൈമിൽ. സോ അത്രയും റിവ്യൂസും അഭിപ്രായമൊക്കെ കേട്ടിട്ട് അതുപോലുള്ള ഹൈപ്പൊക്കെ കണ്ടതിന് ശേഷം പോയി കണ്ടതുകൊണ്ടാണോ എന്തോ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഓവർ റേറ്റഡ് അല്ലെങ്കിൽ ഓവർ ഹൈപ്പ് ആയിട്ടാണ് എനിക്ക് അവിടെ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പോരാത്തന്നെ ഞാൻ അന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു ടൈമായിരുന്നു. സോ അന്ന് അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ആ പടത്തിൽ ഫീൽ ചെയ്തായിരുന്നു. ഞാൻ അതൊക്കെ റിവ്യൂവിൽ പറഞ്ഞു. സോ എനിക്ക് പേഴ്സണലി ആ സിനിമ അന്ന് അല്ലെങ്കിൽ ഇപ്പോഴും അത്ര ഫേവറേറ്റ് ഒന്നുമല്ല. ഞാൻ അതിന് അങ്ങനെ പറഞ്ഞുകൊണ്ട് റിവ്യൂ ഇട്ടതിന് ഇഷ്ടം പോലെ തെറിയും കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അത് ആ ഒരു ടൈമിലാണ്, ആ ഒരു കാലഘട്ടം വേറെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ സിനിമ റിവ്യൂ, എൻ്റെ സിനിമയെക്കുറിച്ചുള്ള ചിന്താഗതി ഒക്കെ തന്നെ മാറിയിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഒരു പടം എന്നെ എന്തുമാത്രം എന്റർടൈൻ ചെയ്യിച്ചു, എന്നെ എന്തുമാത്രം ഹുക്ഡ് ആക്കി, റിലേറ്റ് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ എന്നെ എങ്ങനെ കൺവിൻസ് ചെയ്യിച്ചു എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നത്. അതില്ല എങ്കിൽ എനിക്ക് പടം ഇഷ്ടപ്പെടുകയില്ല. ഇമോഷണലി കണക്ട് ആക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. സോ എന്തായാലും ഈ പടം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കാണും. ഈ വീഡിയോ ഒക്കെ ഈ സിനിമ കാണാൻ വേണ്ടിയുള്ള ഒരു പ്രതീക്ഷ സമ്മാനിക്കുന്ന ഒന്നുകൂടിയാണ്. സോ ഐ എം ഓൾസോ വെയിറ്റിംഗ് ഫോർ October 2 എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തതെന്ന് കമന്റ് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ കാന്താര Chapter 1 വരാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും കമന്റ്സിൽ പറയുമല്ലോ. അപ്പൊ ശരിയാണ്.